നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ബി.ജെ.പിയും എൻ.ഡി.എയിലെ സഖ്യകക്ഷികളും 100 സീറ്റുകൾ ജയിക്കുമെന്ന് ഉറപ്പായി എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. ജനങ്ങളുടെ ആശീർവാദത്തോടും പിന്തുണയോടും കൂടി 400-ലധികം ലോക്സഭാ സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി.ജെ.പി ഇതാ നടന്നു നീങ്ങുകയാണ് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഞങ്ങളുടെ ആഭ്യന്തര വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പിയും അതിൻ്റെ സഖ്യകക്ഷികളുമൊക്കെ ചേർന്ന് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പോടുകൂടി ഏകദേശം 100 സീറ്റുകൾ കടന്നിരിക്കുകയാണ് എന്നും ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് പ്രാവശ്യം മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് അമിത്ഷാ സംശയലേശമന്യേ പറയുകയാണ്. അസാമിൽ 14-13 സീറ്റുകളിലും ബി.ജെ.പി മത്സരിക്കുന്നുണ്ട് എന്നും സഖ്യകക്ഷികളായുള്ള അസം ഗണ പരിഷത്തും അവർ 2 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് എന്നും UPPL അത് 1 സീറ്റിൽ കൊക്രാജാറിൽ മത്സരിക്കുന്നുണ്ട് എന്നും പറയുമ്പോൾ അത് വിജയമുറപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയസാധ്യത കൽപ്പിക്കുവാൻ അമിത്ഷായ്ക്ക് കഴിയുന്നത് എന്നാണ്. 2014-ലെയും 2019-ലെയും തിരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അമിത്ഷാ 2024-ലെ തിരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണുന്നത്. അത്തരത്തിലൊരു സംവിധാനം, അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ബി.ജെ.പിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസമാണ് 400-ലധികം സീറ്റുകൾ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി.ജെ.പിയെ നടന്നെടുക്കാൻ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നുമുണ്ട്. തങ്ങൾ വോട്ടർമാരെ ന്യൂനപക്ഷമായിട്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടോ കാണുന്നില്ല എന്നും ഒപ്പം തന്നെ അവരെ ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും വളരെ കൃത്യമായി പറഞ്ഞു വെക്കുവാൻ അമിത്ഷാ ശ്രമിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ 400 എന്ന് പറയപ്പെടുന്ന സീറ്റിലേക്ക് എത്താൻ കഴിയുന്നത്? കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദി സർക്കാർ നേടിയെടുത്തിട്ടുള്ള ജനഹൃദയങ്ങൾ നേടിയെടുത്തിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. പ്രീണന രാഷ്ട്രീയം പ്രയോഗിച്ചിട്ടില്ല ബി.ജെ.പി മുന്നേറുന്നത്. പക്ഷേ അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങളിൽ ബി.ജെ.പി ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും രാജ്യത്തുടനീളമുള്ള ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനും ഒപ്പം തന്നെ എല്ലാ മതവിഭാഗക്കാർക്കും ഒരു നിയമം ഉറപ്പാക്കുന്നതിനും തങ്ങൾ അനുകൂലമാണ് എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കുക, അപ്പോൾ ഏക സിവിൽ ഉണ്ടാകുന്നു. ഒരു മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് ഭരണഘടനയുടെ ആത്മാവിന് വിരുദ്ധമാണ് എന്നാണ് ബി.ജെ.പി അമിത്ഷാ അടക്കം പറയുന്നത്. അതേസമയം അസം, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് മാത്രമല്ല രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ബി.ജെ.പിയുടെ വിജയം സുനിശ്ചിതമാണ്. വലിയ വിജയം എൻ.ഡി.എക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ അമിതമായ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന പ്രവിശ്യയിൽ ബി.ജെ.പി നേടിയെടുക്കാൻ പോകുന്ന വലിയ വിജയമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ 400 സീറ്റിലേക്ക് നടന്നെടുക്കുക വലിയ ദൂരമല്ല. 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പുകൾ വോട്ടുകൾ പൂർത്തിയാകുമ്പോൾ 100 സീറ്റുകൾ ബി.ജെ.പിക്ക് സ്വന്തമായി കഴിഞ്ഞു എന്നുള്ള വളരെ വലിയ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയും അമിത്ഷായും അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ രാജ്യത്തെ ജനങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയപ്പെടുന്നത് എപ്പോഴും വളരെ വലുതാണ് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ബി.ജെ.പിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നൊരു സമീപനം ജനങ്ങൾ സ്വീകരിക്കുന്നു. അമ്മമാർക്കും സ്ത്രീകൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ കേന്ദ്രം ഭരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആ ബി.ജെ.പിയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു അസാധാരണമായ മനസ്സ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണ്. എപ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നാടിൻ്റെ നന്മ ലക്ഷ്യമാക്കി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇഴുകിച്ചേരുക, ഇതൊക്കെയാണ് ബി.ജെ.പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അധികാരത്തെ വളരെ കൃത്യമായി ഉപയോഗിക്കുവാനും കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനമാണ് 2024-ലെ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് പിന്നിൽ അണിനിരക്കുവാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് 400-ലധികം സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസത്തിലേക്ക് ബി.ജെ.പി എത്തിച്ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 1ഉം 2ഉം ഘട്ടം കഴിയുമ്പോൾ 100 സീറ്റുകളിലധികം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പിച്ച മണ്ഡലങ്ങളിൽ ഉറപ്പിച്ച സീറ്റുകളാണ് 100 സീറ്റുകൾ. 400ലേക്ക് എത്തുക അസാധ്യവുമല്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തിൽ അപേക്ഷിച്ച് തുലവും കുറവായിരിക്കും ഈ വർഷം ഈ 2024-ലെ തിരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ബി.ജെ.പിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2024-ലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്
മോദി സർക്കാരിൻ്റെ ഹാട്രിക് പ്രവേശനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നു. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അടക്കമുള്ളവർ കേന്ദ്ര ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. BJPയുടെ തേരോട്ടം തന്നെയായിരിക്കും 2024 നടക്കാൻ പോകുന്നത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം തന്നെ ആയിരിക്കും BJP ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ള വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. ഒപ്പം തന്നെ നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ച ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അവർ വീണ്ടും നരേന്ദ്രമോദിയോട് ഭരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് 2024 1ഉം 2ഉം ഘട്ടം കഴിയുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്നാണ് അമിത്ഷാ അടക്കം പറയുന്നത്.